ഹലോ നമസ്കാരം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ദാൽ മഖനി. പഞ്ചാബിൻ്റെ ഇതും ഫേമസായ ഒരു ഡിഷാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കാണിച്ചു തരാം. ഇത് നമ്മുടെ ഉഴുന്ന് പരിപ്പ് തൊലി കളയാത്തത് 1 ഗ്ലാസ്, പിന്നെ രാജ്മ 1/2 ഗ്ലാസ്. ഇത് രണ്ടും കൂടെ വെള്ളത്തിലിട്ട് 4-5 മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കണം. ഇട്ട് വെച്ച് കഴിഞ്ഞിട്ട് വീണ്ടും എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ദാൽ മഖനി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിക്കാം. 2 തക്കാളി, 4 പച്ചമുളക്, 2 ഉള്ളി, വെളുത്തുള്ളി ഒരു 10-20 എണ്ണം, ഇഞ്ചി ഒരു ചെറിയ പീസ്, കറുകപ്പട്ട ചെറിയ 2 പീസ്, കറുകപ്പട്ട ഇല 2, 5 ഏലക്ക, 5 ഗ്രാമ്പു, മല്ലി 1.5 സ്പൂണ്, മുളക് 1.5 സ്പൂൺ, ജീരകം 1 സ്പൂൺ, മഞ്ഞൾ 1/2 സ്പൂൺ, നെയ്യ് 1 സ്പൂൺ. ഉള്ളിയൊക്കെ ഞാൻ അരിഞ്ഞ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. 4 പച്ചമുളക് ഇട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണാം. ഉള്ളി ഞാൻ 2 ഉള്ളി അരിഞ്ഞ് പച്ചമുളകും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഉണ്ടാക്കാൻ വെച്ച ദാലും പരിപ്പും ഉഴുന്ന് പരിപ്പും രാജ്മേ കുതിർന്ന് 4.5 മണിക്കൂറായി. ഇനി അത് കുക്കറിനകത്തോട്ട് ഇടുക. കുക്കറിനകത്തോട്ട് ഇട്ടിട്ട് 3 സീറ്റി അടിച്ചതിന് ശേഷം 3 വിസിൽ അടിച്ചതിന് ശേഷം 5 മിനിറ്റ് സിമ്മയിലിട്ട് വേവിക്കണം. ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് നേരത്തെ വെള്ളം ഒഴിച്ചിട്ട് ഇച്ചിരി മഞ്ഞളും കൂടി ഇട്ടിട്ട് ഇത്രയും വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് ഇച്ചിരി മഞ്ഞളും കൂടി ഇട്ടിട്ട് അടുപ്പിൽ വെച്ചിട്ട് 3 വിസിൽ അടിച്ച് 5 മിനിറ്റ് സിമ്മയിൽ വിട്ട് വെച്ചതിന് ശേഷം അന്നേരം ഇത് വേകും. 2 സ്പൂൺ എണ്ണ ഒഴിക്കുക ആദ്യം. എണ്ണ തിളച്ച് വരുമ്പോൾ ജീരകം ഇടണം. എണ്ണ തിളച്ച് 1 ടീസ്പൂൺ ജീരകം, പിന്നെ കറുകപ്പട്ട, ഏലക്ക, കറുകപ്പട്ടയുടെ ഇല, ഗ്രാമ്പു എന്നിട്ട് ഒന്ന് ഇളക്കുക. ജീരകം പൊട്ടണം. ഉള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് ഇളക്കുക. മൂക്കുന്നത് വരെ ഇളക്കണം. ഒന്ന് വഴങ്ങുമ്പോൾ ഇതിനകത്ത് 1 സ്പൂണ് നെയ്യ് ഒഴിക്കണം. 1 സ്പൂണ് നെയ്യ്. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കുന്ന നെയ്യ്, വെളിയിൽ വാങ്ങിച്ച നെയ്യല്ല. എന്നിട്ട് ഇത് മൂക്കുന്നവരെ ഉള്ളി നല്ലപോലെ മൂത്ത് ഇനി വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ട് ഇളക്കണം. വെളുത്തുള്ളി ഇഞ്ചി ഒത്തിരി നേരം മൂപ്പിക്കട്ട, ഒരു പച്ചമണം മാറിയാൽ മതി. ഇനി ഞാൻ ഇച്ചിരി കസൂരി മേത്തി ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, നിർബന്ധമില്ല. ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി കസൂരി മേത്തി. നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ മാത്രം ഇടുക. ഈ മഞ്ഞൾ 1 സ്പൂൺ, മുളക് പൊടി ഞാൻ വീട്ടിൽ പൊടിച്ചതാണ്. കാശ്മീരി മിർച്ചി 1/4 ടീസ്പൂൺ, മുളക് പൊടി. മുളകും മഞ്ഞളും ഒന്ന് മൂത്ത് വരുമ്പോൾ മല്ലി ഇടണം. മല്ലി 1/4 സ്പൂണ്. 1/4 സ്പൂണ് മല്ലി ഒരുമാതിരി മൂത്ത് വരുമ്പോൾ ഗരം മസാല ഇടണം. 1 ടീസ്പൂൺ ഗരം മസാല. അത് ഒരുമാതിരി മൂത്ത് വരുമ്പോൾ തക്കാളി ഇടണം.
തക്കാളി ഇട്ടിട്ട് തക്കാളിയിലോട്ട് ഇച്ചിരി ഉപ്പ് ഇടണം. പിന്നെ ഇളക്കി നല്ലപോലെ വഴരുന്നവരെ ഇളക്കി അടച്ച് വെക്കുക. നല്ലപോലെ വഴി നമ്മുടെ മസാല എല്ലാം ശരിയായി. ഈ പരുവത്തിന് എടുക്കുക. മസാല എല്ലാം ശരിയായി. ഇനിയും ഇത് നമ്മുടെ പരിപ്പ് ഉഴുന്ന് പരിപ്പും രാജമ്പം കൂടെ വേവിച്ച് വെച്ചേക്കുന്നതിനകത്തോട്ട് ഇടുക. എന്നിട്ട് വെള്ളക്കുറവുണ്ടെങ്കിൽ ചൂടുവെള്ളമേ ഒഴിക്കാവൂ. തണുത്ത വെള്ളം ഒരിക്കലും ഒഴിക്കരുത്. ഈ ചീച്ചട്ടിയിലോട്ട് തന്നെ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അങ്ങോട്ട് ഇടുക. ചൂടാക്കിയോ തിളപ്പിച്ചോ എന്തെങ്കിലും. തണുത്ത വെള്ളം ഒരിക്കലും ഉപയോഗിക്കരുത്. പിന്നെ ഇതിന് വെളിച്ചെണ്ണ ഉപയോഗിക്കുകയോ ചെയ്യരുത്. എണ്ണ റിഫൈൻഡ് ഓയിലും നെയ്യും മാത്രം ഉപയോഗിക്കുക. എടുത്തിട്ട് ഇനി നമുക്ക് ഇത് അടുപ്പേ വെച്ച് ഒരു 10 മിനിറ്റെങ്കിലും തിളപ്പിക്കണം. അതനുസരിച്ച് വെള്ളം വെക്കണം, ചൂടുവെള്ളം ഒഴിച്ച്. എന്നാലേ ഇതിൻ്റെ മസാലയൊക്കെ പിടിക്കുള്ളൂ. 10 മിനിറ്റ് തിളപ്പിക്കണം, തീ കുറച്ച് സിമ്മിൽ വെച്ച്. അങ്ങനെ നമ്മുടെ ദാൽ മഖനി തയ്യാറായി. ഇനി ഇതിനകത്തോട്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ മാത്രം, പിള്ളേർക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ്. ഈ ഒരു പീസ് ബട്ടറിൻ്റെ കഷ്ണം വേണം ഇതിനകത്ത്. കുട്ടികൾക്കൊക്കെ ഹെൽത്ത് പ്രോബ്ലം ഉള്ളവരാരും ഇടണ്ട. കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം ഒരു പീസ് ബട്ടർ ഇടുക. ബട്ടർ ഇട്ടതിന് ശേഷം നമ്മൾ ഈ ബസുമതി ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിനകത്തോട്ട് ഇട്ട് കഴിക്കാം. ഞാൻ കാണിച്ചു തരാം എങ്ങനെ. ബസുമതി ചാവലിട്ടിട്ട് ഇത് ഇങ്ങനെ ഒഴിച്ച് ബട്ടർ ഒഴിച്ചിട്ട് നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകുന്നതാണ്. നമ്മുടെ നാട്ടിൽ തേങ്ങ അരച്ച് പരിപ്പൊക്കെ വെച്ച് കഴിക്കുന്നവരല്ല. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒത്തിരി ഹെൽത്തിയുവാ, ഏറ്റവും നല്ലതാണ്. ഇതിൻ്റെ പേര് ദാൽ മഖനി. പ്ലീസ് എല്ലാവരും ലൈക്ക് ഓർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.